ഒരുപാട് പേര് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണം. അത് ഈ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ചേച്ചി ഫോക്കസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, അർഹതയുള്ളത് ആരാണോ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നവരാണ്. ഇവനിപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളല്ല, എല്ലാവരും ഇല്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. ഇവൻ പണമിടപാടുകൾ ഒരു പരിധിവരെ നമുക്ക് 10 ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. ഈ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുന്നെടുത്ത് നമ്മൾ പറ്റിക്കപ്പെടുക, ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പാടെ തകർന്നു പോകും. പിന്നെയും അത് നമ്മൾ മറന്നു പോകുന്നില്ല. അത് മറന്നു, ദാറ്റ് ഈസ് റിയാലിറ്റി. ഹ്യൂമൻ ബോഡിയിലുള്ളതാണ് അതൊക്കെ, മനസ്സിലായില്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ കൊടുത്തത് റിയൽ ലവ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പോകുന്നത്, പറ്റിക്കപ്പെടാൻ വീണ്ടും പോകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു സുഖമുള്ള അനുഭവമാണ്. കാരണം ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ട്, എന്നെ ചീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ സ്നേഹം യാഥാർത്ഥ്യമല്ല എന്നെനിക്ക് 100% തിരിച്ച ഉറപ്പുള്ളിടത്ത് പോലും ഞാൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. പക്ഷെ അത് നമ്മൾ കൂടുതൽ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുള്ളൂ. അത് വേദനിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ കാരണം അവർ സന്തോഷിക്കുന്നല്ലോ, അവരുടെ ഒരു നേരത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ, അതെല്ലാം കർമ്മ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. അത് തിരിച്ചു വരുമ്പോൾ അവർ റിയാലിറ്റി മനസ്സിലാക്കും.